കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാറാണ് പിടിയിലായത്. ലേബർ തൊഴിലാളികളിൽ നിന്ന് 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ വിജിലൻസിന്റെ പിടിയിലായത്. കാക്കനാട് ഒലിവുമുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിലെ വിജിലൻസ് പരിശോധനയിലാണ് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായത്. 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാർ വിജിലൻസിന്റെ പിടിയിലായത്. 20 ലേബർ തൊഴിലാളികളിൽ നിന്നായി 1000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. കൊച്ചി വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. BPCL അവിടെ റിപ്പയർ വർക്കുകൾക്കായിട്ട് വരുന്ന ആളുകൾക്ക്, അപ്പോൾ അവിടുത്തെ കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾക്ക് അവരെ വർക്കിന് വേണ്ടി വരുന്നവരെ എൻട്രി പാസ് അവർക്ക് നൽകണം. എന്നാലേ BPCL ഉള്ളിൽ കടന്നിട്ട് അവർക്ക് വർക്ക് നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ എൻട്രി പാസ് നൽകുന്നതിനായിട്ട് അദ്ദേഹം കൈക്കൂലി ചോദിച്ചു. ഇത് വ്യാപകമായിട്ട് നടക്കുന്ന അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറാണ് അജിത് കുമാർ എന്ന പേര്. UP സ്വദേശിയാണ്. അദ്ദേഹം വ്യാപകമായിട്ട് അങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ പരാതി കിട്ടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ എറണാകുളം യൂണിറ്റ് DYSP ജയരാജും അദ്ദേഹത്തിൻ്റെ ടീമും ഐസെല്ലും എല്ലാം കൂടിയിട്ട് FIR ഇട്ട് നമ്മൾ വന്നു, പിടിച്ചു. BPCL കമ്പനി ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നത്. അജിത് കുമാറിന്റെ എറണാകുളത്തെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി. കേസിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൈരളി ന്യൂസ്, കൊച്ചി. പന്തളം നഗരസഭയിൽ BJP ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി LDF. BJPയുടെ അഴിമതി ഭരണത്തിനെതിരെയാണ് അവിശ്വാസമെന്നും LDF. അവിശ്വാസ പ്രമേയത്തെ UDFും പിന്തുണയ്ക്കും. പന്തളത്തെ BJP ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സമരം ശക്തമാക്കുന്നതിനിടയിലാണ് അവിശ്വാസ പ്രമേയത്തിന് LDF നോട്ടീസ് നൽകിയിരിക്കുന്നത്. LDFിലെ 9 അംഗങ്ങളും ഒരു സ്വതന്ത്രനും ഒരു BJP കൌൺസിലറും ഉൾപ്പെടെ 11 കൌൺസിലർമാരാണ് പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. അഴിമതി ഭരണത്തിനെതിരെയാണ് അവിശ്വാസ പ്രമേയമെന്ന് LDF അംഗം ലസിത ടീച്ചർ പറഞ്ഞു. പന്തളം നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വെറും ആലങ്കാരികമാണ്. കാരണം ഇവിടെ യാതൊരു ഭരണവും നടക്കുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടുന്നില്ല. ഗുണഭോക്തൃ ലിസ്റ്റിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പൊതുമരാമത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുന്നില്ല. ശബരിമല തീർത്ഥാടനത്തിന് കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കുന്നില്ല. തീർത്ഥാടകർക്ക് വേണ്ടി അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. ആ നിലയിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് UDFും വ്യക്തമാക്കി. BJP പാർലമെന്ററി പാർട്ടിയിലും ഭിന്നിപ്പ് രൂക്ഷമാകുന്നതിനിടെയാണ് LDFിന്റെ അവിശ്വാസ പ്രമേയം. KV പ്രഭയ്ക്ക് പുറമെ കൂടുതൽ അംഗങ്ങളും ചെയർപേഴ്സൺ സൗമ്യ സന്തോഷിനെതിരെ രംഗത്തുവരുമെന്നാണ് കരുതുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. കൊച്ചിയിൽ ഹോട്ടലുകളും ബേക്കറികളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ യുവാവും യുവതിയും പോലീസ് പിടിയിലായി. കാസർഗോഡ് സ്വദേശി അസ്ലം, തൃശൂർ സ്വദേശി ആൻമരി എന്നിവരാണ് പിടിയിലായത്. ഫോൺ വിളിക്കാനെന്ന വ്യാജേന യുവതി കടകളിൽ കയറിയാണ് മൊബൈലുമായി കടന്നുകളയുന്നത്. നേരത്തെ ബൈക്ക് മോഷ്ടിച്ച കേസിലും ഇവർ പ്രതികളാണ്.